മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. സ്നേഹം നിറഞ്ഞവരെ, ഒത്തിരി സന്തോഷത്തോടുകൂടെ ഈ പ്രഭാതത്തിൽ നിങ്ങളെല്ലാവരെയും ഈ പ്രഭാത വിരുന്നിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മനോഹരമായ പ്രഭാതത്തിൽ ദൈവം നമ്മിലേക്ക് ചൊരിയുന്ന കൃപകൾ നന്ദിയോടെ അനുഭവിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രഭാത വിരുന്നിലേക്ക് പ്രവേശിക്കാം. ആ ചവറപ്പിതാവിൻ്റെ തന്നെ ഒരു വചനം നമ്മൾ ഇന്ന് വീണ്ടും ധ്യാനിക്കുകയാണ്. ചവറപ്പിതാവ് കുന്നമ്മാവിൽ സിസ്റ്റേഴ്സ് മഠം തുടങ്ങി കഴിഞ്ഞപ്പോൾ സിസ്റ്റേഴ്സിന് എഴുതി കൊടുക്കുന്ന ഒരു വചനമാണ്: എപ്പോഴും അവിടുത്തെ സ്നേഹത്തിൽ പാർപ്പിൻ, അവിടുത്തെ കൂടെ നടപ്പിൻ, അവിടുത്തെ കൺമുമ്പിൽ ഇരിപ്പിൻ, എപ്പോഴും സംസാരിപ്പിൻ. എനിക്ക് തോന്നുന്നു ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെയും ഓർമ്മിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. ഈശോയുടെ സ്നേഹത്തിൽ പാർക്കുക, ഈശോയുടെ കൺമുമ്പിൽ ഇരിക്കുക, ഈശോയുടെ കൂടെ നടക്കുക, എപ്പോഴും ഈശോയോട് സംസാരിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നേടിയെടുക്കാവുന്ന വലിയൊരു ആത്മീയതയായത് നമ്മൾ എന്ത് ചെയ്താലും ദൈവത്തോട് കൂടെ ആയിരിക്കാനുള്ളൊരു കൃപ, തമ്പുരാൻ്റെ സന്നിധിയിൽ എപ്പോഴും വ്യാപരിക്കാനുള്ളൊരു അഭിഷേകം, എപ്പോഴും അവിടുത്തോട് സംസാരിക്കാൻ, നമ്മുടെ സന്തോഷം ദുഃഖം പങ്കുവയ്ക്കാനുള്ളൊരു ഫ്രീഡം ദൈവം നമുക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ നമുക്ക് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥ അപേക്ഷിക്കാം. അമ്മ ഈശോയെ ഉദരത്തിൽ വഹിച്ചവളാണ്. അമ്മ ഈശോയെ ലോകത്തിന് കൊടുത്തവളാണ്. അമ്മ ഈശോയുടെ കൂടെ മരണ നിമിഷം വരെ, കുരിശിൻ്റെ ചൂട് വരെ ഉണ്ടായിരുന്നതാണ്. ഈശോയുടെ ഉയർപ്പിന് ശേഷം ഈശോ ഉദ്ധാനം ചെയ്തപ്പോഴും പരിശുദ്ധ അമ്മയെയാണ് ഈശോ വരമേൽപ്പിച്ചത് ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിന് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി. ആ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. എപ്പോഴും ഈശോയുടെ കൂടെ ആയിരിക്കുവാൻ, ഈശോയുടെ കൂടെ നടപ്പാൻ, ഈശോയുടെ കൺമുമ്പിൽ ഇരിപ്പാൻ, ഈശോയുടെ എപ്പോഴും സംസാരിപ്പാൻ കൃപ അമ്മ നമുക്ക് ഓരോരുത്തർക്കും വാങ്ങി തരട്ടെ. നമുക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും, അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നിയോഗമായിട്ട് നമുക്കിന്ന് കർത്താവിൻ്റെ കൂടെ വസിക്കാനുള്ളൊരു അഭിഷേകം നമുക്ക് യാചിക്കാം. നമ്മുടെ ദുഃഖത്തിലും നമ്മുടെ സന്തോഷത്തിലും നമ്മുടെ ദാരിദ്ര്യത്തിലും നമ്മുടെ സമ്പന്നതയിലും എല്ലാം കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ, ദൈവമേ നിൻ്റെ ഹിതം നിറവേറ്റുന്ന പറയാനുള്ളൊരു അഭിഷേകം അത് ലഭിക്കുവാനായിട്ട് നിയോഗമായിട്ട് നമുക്ക് സമർപ്പിക്കാം. തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. നമുക്ക് തിരുവചനം ശ്രവിക്കുവാനായിട്ട് ഒരുങ്ങാം. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക കൃപ ലഭിക്കുവാനായിട്ട്, പ്രത്യേകിച്ചും വചനം വായിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ പതിയുവാനായിട്ട് പരിശുദ്ധാത്മാവെ ശക്തിപ്പെടുത്തണമേ എന്ന് യാചിച്ചുകൊണ്ട് നമുക്ക് തിരുവചനം ശ്രവിക്കാം. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുക മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു തന്നോട് കൂടെ ആയിരിക്കുന്നതിനും
പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന ഭാഗമാണ്. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു. അവർ അവൻ്റെ അടുത്തേക്ക് ചെന്നു തന്നോടുകൂടെ ആയിരിക്കുവാനും തനിക്ക് വേണ്ടി അയക്കപ്പെടുവാനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ തിരഞ്ഞെടുത്തു. ഇവിടെ ഈശോ നമ്മോട് പറയുകയാണ്, ഈ പ്രഭാതത്തിൽ തമ്പുരാൻ ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങൾ. നമ്മൾ അവിടുത്തോട് കൂടെ ആയിരിക്കുക, അവിടുത്തേക്ക് വേണ്ടി അയക്കപ്പെടുന്നവരാകുക, പിശാചുക്കളെ ബഹിഷ്കരിക്കാനുള്ള അധികാരം സ്വീകരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്. ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുമ്പ് അവസാനമായിട്ട് നമ്മോട് ആവശ്യപ്പെടുന്നത്, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന വലിയ ദൗത്യമാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. പക്ഷെ ഇവിടെ സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നാടും വീടും വിട്ട് ഇറങ്ങിത്തിരിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. ഓരോരുത്തർക്കും ദൈവം ഓരോ ദൈവവിളി നൽകിയിരിക്കുകയാണ് സുവിശേഷം പ്രഘോഷിക്കാനായിട്ട്. ചിലരെ ദൈവം തിരഞ്ഞെടുക്കും, നീ വീട് ഉപേക്ഷിക്കുക, മാതാപിതാക്കൾ ഉപേക്ഷിക്കുക, ഞാൻ കാണിച്ചു തരുന്നിടത്തേക്ക് പോവുക. മിഷണറിമാരായിട്ട്, വൈദികരായിട്ട്, സിസ്റ്റേഴ്സായിട്ട് സമർപ്പണ ദൈവവിളി നൽകി ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. ഈയൊരു വചനം പൂർത്തീകരിക്കാൻ വേണ്ടി ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കാൻ. എന്നാൽ കുടുംബജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടിട്ടുള്ള മക്കളോടും ഈശോ ഇത് തന്നെയാണ് പറയുക, ഞാൻ കാണിച്ച് തരുന്ന ഇടത്ത് നീ ദൈവവചനം പ്രഘോഷിക്കുക. ഒരു സമർപ്പിതനെ സംബന്ധിച്ചിടത്തോളം ദൈവം അവൻ വഴി വചനം അറിയേണ്ട സ്ഥലത്തേക്ക് അയക്കും. നമ്മുടെ ഒരു വികാരിയച്ഛൻ, ആ വികാരിയച്ഛന് മെത്രാൻ വഴി ഇന്ന ഇടവകയിൽ ഇന്ന നാൾ മുതൽ ഇന്ന നാൾ വരെ ശുശ്രൂഷ ചെയ്യാനുള്ള അധികാരപത്രം കൊടുത്താൽ വരുന്നത്. അവിടെയാണ് ആ വൈദികൻ സുവിശേഷം പ്രഘോഷിക്കേണ്ടത്. എന്ന് പറഞ്ഞതുപോലെ കുടുംബജീവിതം നയിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടിട്ടുള്ള, കുടുംബജീവിതത്തിലേക്കുള്ള ദൈവവിളി ലഭിച്ചിരിക്കുന്നവർക്ക് ദൈവം സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി നൽകിയിരിക്കുന്ന ഇടമാണ് നമ്മുടെ കുടുംബം. തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന ജീവിത പങ്കാളി, നമ്മളുടെ മക്കൾ, നമ്മുടെ മാതാപിതാക്കൾ, അവരോടാണ് നമ്മൾ സുവിശേഷം പ്രഘോഷിക്കേണ്ടത്. ഇവിടെയാണ് ഈശോ പറയുക, ഇന്ന് നീ എൻ്റെ കൂടെ ആയിരിക്കുക, എനിക്ക് വേണ്ടി അയക്കപ്പെടുക, പിശാചുക്കളെ ബഹിഷ്കരിക്കാനുള്ള അധികാരം നീ നേടിയെടുക്കുക. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ തമ്പുരാൻ നമ്മളെ ഭരമേൽപ്പിക്കുന്ന ആ ഒരു ഉത്തരവാദിത്വം നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ഇന്നത്തെ ജീവിതം കൊണ്ട് തമ്പുരാനെ ലോകത്തിന് കൊടുക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. എന്താണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത? പരിശുദ്ധ അമ്മ അനാദിയിലെ ഉണ്ടായിരുന്ന വചനം. നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷം ആരംഭിക്കുന്ന ഇങ്ങനെയാണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നിട്ടാണ് യോഹന്നാൻ പറയുക, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അനാദിയിലുള്ള ലോകത്തിൻ്റെ ആരംഭം മുതൽ ഉള്ള വചനമാകുന്ന ദൈവം മാംസം ധരിക്കുന്നതാണ് പരിശുദ്ധ അമ്മയിലൂടെ. ആ മാംസരൂപം ധരിക്കുന്നതിന് മുമ്പ് ഈ വചനം, ഈ പുത്രൻ തമ്പുരാൻ രൂപമില്ലാത്തവനായിരുന്നു, ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെയുള്ളൊരു ദൈവത്തെ മനുഷ്യന് മനസ്സിലാവുന്ന രൂപത്തിലേക്ക് കൊടുക്കുവാനായിട്ടാണ് പരിശുദ്ധ അമ്മയെ തിരഞ്ഞെടുത്തത്. സർവ്വവ്യാപിയായിരുന്ന, രൂപമില്ലാതിരുന്ന ഈശോയ്ക്ക് രൂപം കൊടുക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയെ ദൈവം തിരഞ്ഞെടുത്തു. എന്ന് പറഞ്ഞതുപോലെ ഇന്നത്തെ ദിവസം ഈ ദൈവത്തെ മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ കൊടുക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. നമ്മുടെ കൊച്ചുങ്ങൾക്ക്, നമ്മുടെ ജീവിത പങ്കാളിക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ ഈശോയായി മാറണം. അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ തമ്പുരാനെ കൊടുക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഇവിടെയാണ് ഈ വചനത്തിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുക. തന്നോട് കൂടെ ആയിരിക്കുവാൻ, തനിക്ക് വേണ്ടി അയക്കപ്പെടുവാൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുവാൻ ഈശോ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഈ ലോകത്തിൽ
തിന്മകളെ നിർമ്മാർജ്ജനം ചെയ്യുവാനായിട്ട് നമ്മുടെ കരങ്ങൾക്ക് ശക്തി നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. തിന്മയ്ക്കെതിരെ പോരാടുവാനായിട്ട് കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ ആവശ്യപ്പെടുകയാണ്. നീ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുക. നീ അയക്കപ്പെടുന്നിടത്തേക്ക് പോകുക. നീ ഒരു ടീച്ചറാണെങ്കിൽ നീ ഒന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ കുട്ടികളുടെ മുന്നിൽ അറിവ് കൊടുക്കുമ്പോൾ ബോധ്യമുണ്ടാവണം. ദൈവം എന്നെ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് അവരിലുള്ള അന്ധകാരം മാറ്റി അവരിൽ പ്രകാശം പരത്താൻ വേണ്ടിയാണ്. നീ ഒരു ഡോക്ടറാണെങ്കിൽ ഇന്ന് നീ ശുശ്രൂഷയ്ക്ക് പോകുന്നത് കർത്താവിൻ്റെ ആ സൗഖ്യം നമ്മുടെ കരങ്ങളിലൂടെ പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ്. കർത്താവിൻ്റെ ഉപകരണമാകാൻ പോകുകയാണ്. ഏത് വേല ചെയ്തോട്ടെ അത് സുവിശേഷ വേലയായി മാറും. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്നതെല്ലാം സുവിശേഷ വേലയാണ്. അവൻ കൊടുക്കേണ്ടത് യേശുവിനെയാണ്. അവൻ കൊടുക്കേണ്ടത്, അവൻ കാണിച്ചു കൊടുക്കേണ്ടത് ക്ഷമിക്കാൻ പഠിപ്പിച്ച യേശുവിനെയാണ്. 70 പ്രാവശ്യം ക്ഷമിക്കണമെന്ന് ഈശോ പഠിപ്പിച്ചതായിട്ട് ബൈബിളിൽ വായിക്കുന്ന ഒരു കൊച്ച് അത് ജീവിച്ച് കാണിക്കുന്നത്, അത് ജീവിച്ച് കാണുന്നത് നമ്മുടെ മാതാപിതാക്കളുടെ ജീവിതത്തിലൂടെയാണ്. അപ്പോൾ വായിക്കുന്ന വചനം ജീവിച്ച് കാണിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഈ പ്രഭാതത്തിൽ തമ്പുരാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഇതാണ്, നമ്മളെല്ലാവരും സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിത പങ്കാളി, ദൈവം നമുക്ക് നൽകിയ ജീവിത പങ്കാളി, ആ ജീവിത പങ്കാളിയുടെ കൂടെ ജീവിച്ച് ആ ആത്മാവിനെ നേടിയെടുത്ത് ദൈവത്തിന് കൊടുക്കാനുള്ള ഉത്തരവാദിത്വമാണ് വിവാഹമെന്ന കുദാശ വഴി ഒരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഏറ്റെടുക്കുന്നത്. ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ വിശുദ്ധ അഗസ്തീനോസിൻ്റെ ജീവിതമാണ്. അഗസ്തീനോസിൻ്റെ അമ്മ മോണിക്ക പുണ്യവതി വിശുദ്ധയായ ഒരു സ്ത്രീ. പക്ഷെ ദൈവം കൊടുത്ത ജീവിത പങ്കാളി വിശ്വാസമില്ലാത്തൊരാൾ, യുക്തിവാദി. അങ്ങനെയുള്ളൊരു ജീവിത പങ്കാളിയാണ് ദൈവം കൊടുത്ത. പരാതിയില്ലാതെ മോണിക്ക പുണ്യവതി വിശുദ്ധിയിൽ ജീവിക്കുകയാണ്. നിരന്തരം ദൈവത്തോട് മധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ടിരിക്കുക. അതേ സമയത്ത് ഭർത്താവിനെ ദൈവം നൽകിയ ജീവിത പങ്കാളി എന്നുള്ളത് സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയാണ്. ആ ജീവിതത്തിൻ്റെ അവസാനം നമുക്കറിയാം. ആ അമ്മയുടെ കണ്ണുനീരിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആ വിവാഹ ജീവിതത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ ആ മനുഷ്യൻ ഈശോനെ അറിയുവാനും മാമോദീസ സ്വീകരിക്കാനൊക്കെ ഇടവരികയാണ്. ആ ദമ്പതികൾക്ക് ദൈവം കൊടുത്ത കുഞ്ഞാണ് അഗസ്റ്റിൻ. അപ്പൻ യുക്തിവാദി, അമ്മ ഭയങ്കര ഈശ്വരവാദി. കൊച്ചിന് മാമോദീസ കൊടുക്കുവാനായിട്ട് അപ്പം സമ്മതിച്ചില്ല. അങ്ങനെ കൊച്ച് വിശ്വാസമൊന്നുമില്ലാതെ വളർന്നു വന്നു. പക്ഷേ അമ്മ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് തൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി, ദൈവം നൽകിയ കുഞ്ഞിന് വേണ്ടി. അന്ത്യം നമുക്കറിയാം. ആ അഗസ്തീനോസ് അപ്പൻ്റെ വഴിയിലൂടെ നീങ്ങി വിശ്വാസമില്ലാത്തവനായി മാറി, സുഖത്തിൻ്റെ പുറകെ പോയി, മദ്യപാനത്തിന് അടിമപ്പെട്ടു. എന്നാൽ അവസാനം ഒരു നിമിഷം വചനത്തെ സ്പർശിക്കാൻ ഇടകൊടുക്കുന്നു. ആ വചനം അവനെ മാറ്റിമറിക്കുന്നു. അവൻ തിരികെ വരുന്നു, മാമോദീസ സ്വീകരിക്കുന്നു, ഒരു പുരോഹിതനാകുന്നു, ഒരു മെത്രാനാകുന്നു, ഒരു വിശുദ്ധനായി മാറും. നോക്കിക്കേ, ഒരമ്മയുടെ ത്യാഗത്തിൻ്റെ കണ്ണുനീരിൻ്റെ ഫലം ഒരു കുടുംബത്തെ മുഴുവനും സുവിശേഷവൽക്കരിക്കുക. ഇവിടെയാണ് നമ്മുടെ ദൗത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏത് ജീവിതം ആയിക്കോട്ടെ, അത് കുടുംബജീവിതമായിക്കോട്ടെ, അത് സമർപ്പണ ജീവിതമായിക്കോട്ടെ, ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒറ്റ ഉത്തരവാദിത്തമാണ്. നീ ലോകമെങ്ങും പോയി ഈശോയെ കൊടുക്കുക. നിൻ്റെ ജീവിതത്തിലൂടെ ഒരുപക്ഷെ പ്രസംഗിക്കാൻ എളുപ്പമാണ്. പക്ഷെ ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കൂടെ വസിക്കുന്ന ഭാര്യയുടെ മുൻപിൽ, ഭർത്താവിൻ്റെ മുൻപിൽ, മക്കളുടെ മുൻപിൽ, മാതാപിതാക്കളുടെ മുൻപിൽ ജീവിതം കൊണ്ട് പ്രഘോഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ വെല്ലുവിളിയാണ്. ഇതാണ് ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുക. ഈ ഒരു ദിവസം ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നത് ദൈവത്തെ അനേകർക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. അതിന് നീ എൻ്റെ കൂടെ ആയിരിക്കുക. ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോ. എൻ്റെ കൃപയാൽ തിന്മയ്ക്കെതിരെ പോരാട്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ദിവസം നമുക്ക് കർത്താവിൻ്റെ കൂടെ ആയിരിക്കാം. കർത്താവിൻ്റെ വചനം നമുക്ക് വായിക്കാം, പഠിക്കാം. നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ സുവിശേഷം പ്രഘോഷിക്കുന്നവരായി നമുക്ക് മാറുകയും ചെയ്യാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വേക ദൈവത്തിൻ്റെ കൃപ നമ്മോട് കൂടെ ഉണ്ടാവട്ടെ. പരിശുദ്ധ അമ്മയുടെയും ഔസേപ്പ് പിതാവിൻ്റെയും പ്രത്യേക മധ്യസ്ഥം ഈ സമയത്ത് നമുക്കുണ്ടാവട്ടെ. സ്വർഗീയ വാസികളെല്ലാം
നമുക്ക് വേണ്ടി ആ സമയത്ത് മധ്യസ്ഥ അപേക്ഷിക്കട്ടെ. പ്രത്യേകമായിട്ട് നമ്മുടെ ഇടവക മധ്യസ്ഥരുടെ, അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും പേരിൻ്റെ കാരണമുതലായ വിശുദ്ധരുടെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. നമ്മുടെ കാവൽ മാലാഖമാരോട് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ദിവസം കർത്താവിൻ്റെ വചനം നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കുക, തൻ്റെ കൂടെ ആയിരിക്കുക, തനിക്ക് വേണ്ടി ഐക്യപ്പെടുക, പിശാചുക്കൾ ബഹിഷ്കരിക്കുക എന്നുള്ള ആ വചനം അത് പ്രാവർത്തികമാക്കുവാനായിട്ട് ഈ സ്വർഗവാസികൾ മുഴുവനും നമുക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിക്കട്ടെ. പ്രത്യേകമായിട്ട് ഈ ഒരു ശുശ്രൂഷയുടെ പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാവരെയും നമുക്ക് നന്ദിയോടെ ഓർക്കാം, പ്രാർത്ഥനയിൽ നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഗുഡ്നസ് TV, നമ്മുടെ ഡിവൈൻ ധ്യാനകേന്ദ്രം ഈ ഒരു ശുശ്രൂഷ ഇത്ര മനോഹരമായിട്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിച്ചേരുവാൻ വേണ്ടി ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന അനേകം മനുഷ്യർ, നന്ദിയോടുകൂടെ നമുക്ക് അവരെല്ലാവരെയും ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മരിയൻ കൂടാരങ്ങളിൽ ഇരുന്നുകൊണ്ട് നിരന്തരം മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒത്തിരിയേറെ മക്കൾ, അവരെല്ലാം നമുക്ക് നന്ദിയോടെ ഓർക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഈ ശുശ്രൂഷയിൽ നമുക്കും ഭാഗവാക്കാകുവാനായിട്ട് സാധിക്കുന്ന എല്ലാവരും ഇന്ന് ഒരു കൊന്ത പ്രത്യേകമായിട്ട് ഈ ഒരു ശുശ്രൂഷയുടെ വിജയത്തിനായിട്ട് സമർപ്പിച്ച് നമുക്കും ഈ ഒരു മിഷൻ പ്രവർത്തനത്തിൽ പങ്കാളികളാകാനായിട്ട് പരിശ്രമിക്കാം. എന്തു ഞാൻ പകരം തരും മഹേശ, എങ്ങനെ സ്തുതി പാടിടും? എന്നു ഞാൻ പകരം തരും മഹേശ, എങ്ങനെ സ്തുതി പാടിടും? അതിനുള്ള അർഹത എനിക്കില്ലല്ലോ മഹിയിൽ, അതിനൊത്ത ധനമൊന്നും കരുതലില്ല. ഒന്നുമില്ലായ്മയിൽ നിന്നും മെനഞ്ഞു ഉള്ളവല്ലായ്മകൾ ഏറ്റെടുത്തു. ഉൾക്കരുത്തായി തൻ്റെ ആത്മാവിനെ നൽകി വഴികളിൽ വിളക്കായി എരിഞ്ഞു സ്വയം. എന്തു ഞാൻ പകരം തരും മഹേശ, എങ്ങനെ സ്തുതി പാടിടും? ഒരു കടുകോളം ഉള്ളെൻ്റെ ജീവിതം അവിടുത്തെ സ്നേഹത്തിൻ കരയിൽ നിൽക്കേ. ഒരു കടുകോളം ഉള്ളെൻ്റെ ജീവിതം അവിടുത്തെ സ്നേഹത്തിൻ കരയിൽ നിൽക്കേ. എല്ലാം അറിയുമങ്ങ് മാറാക്കരുതലിൽ, എല്ലാം അറിയുമങ്ങ് മാറാക്കരുതലിൽ. ഭൂമിതൻ പൂഴി പോലെ ശൂന്യമായി ഞാൻ
എന്തു ഞാൻ പകരം തരും മഹേശ, എങ്ങനെ സ്തുതി പാടിടും. ഒരു പുതുഗാനമ ഉയരും ഞാനൂഴി, അവിടുത്തെ ആത്മാവിൻ നിറവൊന്നിനാ. ഒരു പുതുഗാനമായി ഉയരും ഞാനൂഴി, അവിടുത്തെ ആത്മാവിൻ നിറവൊന്നിനാ. ആരാരുമേകിടാത്തോരുദ്ബോധനങ്ങളിൽ, ആരാരുമേകിടാത്തോരുദ്ബോധനങ്ങളിൽ മഞ്ഞിൻ സൗഗന്ധമായി മാറിടും നീവ. എന്തു ഞാൻ പകരം തരും മഹേശ, എങ്ങനെ സ്തുതി പാടിടും. അതിനുള്ള അർഹത എനിക്കില്ലല്ലോ മഹിയിൽ, അതിനൊത്ത ധനമൊന്നും കരുതലില്ല. ഒന്നുമില്ലായ്മയിൽ നിന്നും മെനഞ്ഞു, ഉള്ളവല്ലായ്മകൾ ഏറ്റെടുത്തു. ഉൾക്കരുത്തായി തൻ്റെ ആത്മാവിനെ നൽകി, വഴികളിൽ വിളക്കായി എരിഞ്ഞു സ്വയം. എന്നു ഞാൻ പകരം തരും മഹേശ, എങ്ങനെ സ്തുതി പാടിടും. പരിശുദ്ധ കത്തോലിക്ക സഭയോട് ചേർന്ന്, പ്രത്യേകിച്ച് നമ്മുടെ മാർപ്പാപ്പ ലയോ 14 മാർപ്പാപ്പയോട് ചേർന്ന് എല്ലാ മെത്രാന്മാരോടും എല്ലാ വൈദികരോടും എല്ലാ സിസ്റ്റേഴ്സിനോടും ലോകമെമ്പാടും ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മിഷണറിമാരോടും ചേർന്ന് നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.